ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് 107 സെക്കൻഡ് ബ്ലോക്കായ ജോൺ മിൽട്ടൻ്റെ സെക്ഷൻ ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് 17th സെഞ്ച്വറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ 17th സെഞ്ച്വറിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത്, അതായത് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് എലിസബത്തിൻ ഏജ് തൊട്ടാണ് നമ്മളെ പഠനം തുടങ്ങുന്നത്. അപ്പോൾ എലിസബത്തിൻ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1558 ടു 1603 എലിസബത്തിൻ രാജ്ഞിയുടെ മരണത്തോടു കൂടി ട്യൂഡർ ഡൈനാസ്റ്റി അവസാനിക്കുകയാണ്. പിന്നീട് 1603 മുതൽ 1625 വരെ പിന്നീട് ബ്രിട്ടൻ ഭരിക്കുന്നത് ജെയിംസ് ഫസ്റ്റ് ആണ്. അങ്ങനെയാണ് ജക്കോബിയൻ ഏജ് വരുന്നത്. അപ്പോൾ ജക്കോബിയൻ ഏജിൽ സംഭവിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജെയിംസ് ഫസ്റ്റ് വരികയും 1603 1625 വരെ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എലിസബത്തിൻ ഏജിൻ്റെ കാലഘട്ടത്താണ് സത്യത്തിൽ ആ ഒരു അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു പ്യൂരിറ്റൻ ബിലീഫിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ആ ഒരു മതപരമായ കാര്യങ്ങളിൽ നിന്നും മാറി ഒരു എൻലൈറ്റൻമെൻറ്റ്, ഒരു റിനൈസൻസ് പീരീഡായിട്ട് എലിസബത്തിൻ ഏജ് വന്നു. അപ്പോൾ ഏറ്റവും നല്ല ഡ്രാമാസ് വന്നൊരു കാലഘട്ടമായിരുന്നു എലിസബത്തിൻ ഏജ് കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് 1564 മുതൽ 1616 വരെ നമ്മുടെ ഷേക്സ്പിയറുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ചിരിക്കുന്ന എലിസബത്തിൻ ഏജിലും മരിച്ചത് ഈ പറയുന്ന ജെയിംസ് ഫസ്റ്റിൻ്റെ ജക്കോബിയൻ ഏജിലുമാണ്. അപ്പോൾ ജക്കോബിയൻ ഡ്രാമാസ് വളരെ പ്രശസ്തമാണ്. അതിൽപ്പെട്ടൊരു ഡ്രാമയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് ബ്ലോക്കാണ്. അത് ആ കാലഘട്ടത്തിലെ ഒരു സ്റ്റോറി ആയിരുന്നു ജോൺ വെബ്സ്റ്ററിൻ്റെ. അപ്പോൾ എലിസബത്തിൻ ഏജ് കഴിഞ്ഞിട്ട് പിന്നെ ജക്കോബിയൻ ഏജ് കാലഘട്ടത്തിലാണ് ജോൺ മിൽട്ടൺ ജനിക്കുന്നത് 1608. അപ്പോൾ 1608 മുതൽ 1674 വരെയാണ് മിൽട്ടൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല പോയംസ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പോയറ്റുകളും ഒക്കെ ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഇലജിക് പോയറ്റ് പോലെയുള്ള പോയറ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജോൺ മിൽട്ടൻ്റെ നമുക്ക് പഠിക്കാനുള്ള ലിസിഡസ് എന്ന് പറയുന്നത് 193 ലൈനിലൊരു പോയമാണ്. അത് ഒന്നും ലൈൻ വൈസ് ഒന്നും ചോദിക്കൂല, അതിൻ്റെ ആശയങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ലിസിഡസ് എഴുതാൻ അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ലിസിഡസ് എന്ന് പറയുന്നതിന് ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. അപ്പോൾ ലിസിഡസിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് എഡ്വാർഡ് കിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, കോളേജ് കാലഘട്ടത്തിലൊക്കെ ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്ത് മരിച്ചു. ആ ഒരു സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നൊരു എലജിയാണ്. എലജി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അതൊരു ലാമെൻറ്റേഷൻ ഫോർ ഡെത്ത് ഓഫ് അവർ ബിലവഡ് വൺ, നമ്മൾ മരിച്ച ആൾക്കാർക്ക് വേണ്ടി എഴുതുന്ന ഒരു സംഭവമാണ് എലജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പാസ്റ്ററൽ എലജിയാണ്. പാസ്റ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്ററൽ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിന് ഷെഫേർഡ് എന്നാണ് പറയുക. അപ്പോൾ ഒരു പാസ്റ്ററൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൂറൽ സെറ്റിംഗ് ആണ്. അപ്പോൾ ഒരു റൂറൽ സെറ്റിങ്ങിലായിരിക്കും പാസ്റ്ററൽ പോയട്രീസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു പാസ്റ്ററൽ സെറ്റിങ്ങിലുള്ള നോവലാണ്, എന്നാൽ അതേപോലെ ഒരു എലജിക് നോവലുമാണ്. അപ്പോൾ എഡ്വാർഡ് കിങ്ങിനെ ഒരു ഷെഫേർഡായിട്ട് കാണുകയും, മരിച്ചുപോയ എഡ്വാർഡ് കിങ്ങിനെ ഒരു ഷെഫേർഡായിട്ട് കാണുകയും അതിന് റൂറൽ സെറ്റിങ്ങിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു എലജിയാണ് ലിസിഡസ് എന്ന് പറയുന്നത്. 1637 അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ എഡ്വാർഡ് കിങ് ഐറിഷ് സീയിൽ ഡ്രോൺഡായിട്ട് അദ്ദേഹം കപ്പൽ മുങ്ങി അദ്ദേഹം അതിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓർമ്മക്ക് 1638 അദ്ദേഹം ഈ ഒരു കഥ, ഈ ഒരു ലിസിഡസ് എന്ന് പറഞ്ഞ ഈ ഒരു പോയം അദ്ദേഹം എഴുതുന്നത്. ലിസിഡസ് എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ഫിഗറും വളരെ ചെറുപ്രായത്തിൽ തന്നെ ജനിച്ച് പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം അതിനെ ഒരു സിമിലർ ചെയ്തുകൊണ്ടിട്ടാണ് ആ പേര് അതിന് വന്നിട്ടുള്ളത്. ഇത്രയാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മൊത്തം ഇതൊരു മെലാങ്കലിക് ടോണിലാണ് എഴുതിയിട്ടുള്ളത്. ഒരുപാട് സിംബോളിസവും ഇമാജറിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എലജിൻ്റെ തീം ഗ്രീഫാണ്, അതേപോലെ ഓർമ്മകളാണ്, മെമ്മറിയാണ്, പാസിങ് ഓഫ് ടൈമാണ്. അതൊക്കെ അതിൻ്റെ തീമായിട്ട് വരുന്നു. പിന്നെ ആ ഒരു മനുഷ്യനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉള്ള ആ ഓർമ്മകൾ, ആ വേദനകൾ ഒക്കെയാണ് ഇതിൻ്റെ ഒരു കണ്ടൻ്റായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഈ പോയത്തിൻ്റെ ആ ഒരു ടോൺ ഷിഫ്റ്റ് ആവുകയാണ്, അത് ജോയിലേക്ക് മാറുകയാണ്. കാരണം ആ ഒരു ഷെഫേർഡിൻ്റെ ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ എലജി എന്ന് പറയുന്നത് മറ്റ് ഒരുപാട് തരത്തിലുള്ള പോയംസ് ഉണ്ട് നമുക്ക് ലിറ്ററേച്ചറിൽ. ഓഡ്സ് ഉണ്ട്, സോണറ്റ്സ് ഉണ്ട്, എപ്പിറ്റാഫ് ഉണ്ട്. അതിൽ ഒന്നാണ് ഈ എലജി എന്ന് പറയുന്നത്.
പിന്നെ ജോൺ മിൽട്ടൺ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു വൺ ഓഫ് ദ ക്ലാസിക് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് ആണ്, ആദമിൻ്റെ അവ്വേൻ്റെ. അതൊരു എപ്പിക് നറേറ്റീവ് തന്നെയാണ്. അപ്പോൾ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് പറയാം. അദ്ദേഹം 1608 ജനിച്ചു, UK ജനിച്ചു. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫാദർ വളരെയധികം ഒരു പ്രൊട്ടസ്റ്റൻ്റ് മൈൻഡ് സെറ്റിലുള്ള ആളായിരുന്നു. അതായത് കത്തോലിസത്തിന് വളരെ എതിരായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഒരു പ്രൊട്ടസ്റ്റൻ്റ് മൈൻഡ് സെറ്റിലാണ് വളർന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോയറ്റ്സിൽ ഈ റൊമാൻറ്റിസിസവും അതേപോലെ മോഡേണൈസേഷനും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോയറ്റ്സിൽ. പിന്നെ അദ്ദേഹം വളരെ നന്നായിട്ട് നല്ലൊരു മനുഷ്യനായി ജീവിച്ച വ്യക്തിയാണ്. അതായത് വെസ്റ്റിലുള്ള ആളാണെങ്കിൽ ഒരുപാട് മോറൽ വാല്യൂസ് മുറുകെ പിടിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിശ്വാസം ഉണ്ടായിരുന്നു. മാരേജ്, ചർച്ച്, സ്കൂള്, ഇതിലൊക്കെ വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് സ്കില്ല് എന്ന് പറയുന്നത് ഭയങ്കര അപാരമായ കഴിവായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് പോയമുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് ലൈഫിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ് ടൈമിൽ എഴുതിയ പോയംസ് അതേപോലെ പിന്നീട് എഴുതിയ പോയംസ് എന്ന് രണ്ടായിട്ട് തരംതിരിക്കേണ്ടി വരും. ആദ്യം വരുന്ന പോയംസിൽ പിന്നെ ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. തുടങ്ങിയ അതേപോലെ ഓൺ ഷേക്സ്പിയർ ഒക്കെ വരുന്നത് പണ്ട് സ്റ്റുഡൻസ് കാലഘട്ടത്തിൽ എഴുതിയ പോയംസ് ആണ്. പിന്നെ നമുക്ക് പെൻസറോസോ പഠിക്കാനുണ്ട്, എൽ അലഗറോ പഠിക്കാനുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് തന്നെയാണ്. ഒക്കെ പിന്നെ പാസ്റ്ററൽ പോയറ്റ്സ് ആണ്. പിന്നെ പാസ്റ്ററൽ പോയറ്റായിട്ട് നമുക്ക് എഡ്മണ്ട് സ്പെൻസറെ പറയാം. അദ്ദേഹത്തിൻ്റെ ഷെഫേർഡ്സ് കലണ്ടർ ഒരു പാസ്റ്ററൽ പോയമാണ്. പിന്നെ ഷെല്ലി ഒരുപാട് പാസ്റ്ററൽ എലജി എഴുതിയ ആളാണ്. പിന്നെ പാസ്റ്ററൽ എലജീസ് കളക്ഷനിൽ ലാസ്റ്റായിട്ട് വന്നൊരു പോയമാണ് ലിസിഡസ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നന്നായിട്ട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറും നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. പിന്നെ 40 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗ്ലൂക്കോമ കാരണം. അതേപോലെ അതിൻ്റെ ശരീരം ഒരുപാട് ഡിസ്ഫിഗേർഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫിസിക്കലി ഒരുപാട് ഡിസേബിലിറ്റി അനുഭവിക്കേണ്ടി വന്നിട്ട് ഒരാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്കില്ല് കൊണ്ട് അദ്ദേഹം ഇന്നും നിലനിൽക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വ്യക്തിത്വമായിട്ട് ഇന്നും നമ്മൾ അദ്ദേഹത്തെ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റീൻ്റെ പിന്നെ പീക്ക് സംഭവം കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് മിൽട്ടൻ്റെ അതിന് മുമ്പ് നമുക്ക് എന്താണ് സോണറ്റ് എന്നും 2 ടൈപ്പ് ഓഫ് സോണറ്റ്സും എന്ന് പറയാം. കഴിഞ്ഞ വർഷം പഠിച്ചു തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും അറിയാം. കാരണം ഒരു 14 ലൈൻസുള്ള ലിറ്റിൽ ആയിട്ടുള്ള ഒരു പോയം, ലിറ്റിൽ സോങ് ആണ് ആക്ച്വലി സോണറ്റ് എന്ന് പറയുന്നത്. ലിറ്റിൽ സോങ് എന്നാണ് പിന്നെ അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള റൈമിങ് സ്കീം ഉണ്ട്. മിക്കവാറും അയാംബിക് പെൻഡാമീറ്റർ ആണ്. 2 ടൈപ്പ് സോണറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് പെട്രാർക്കിയൻ സോണറ്റും രണ്ടാമത് ഷേക്സ്പീരിയൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ പെട്രാർക്കിയൻ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാലന്തിനിയാണ്. മറ്റത് പിന്നെ ഒരു ഇറ്റാലിയൻ ആയിട്ടുള്ള ഒരു പോയറ്റാണ് ഡാലന്തിനി എന്ന് പറയുന്നത്. പിന്നെ ഷേക്സ്പിയറിയൻ സോണറ്റ് നമുക്കറിയാം ഷേക്സ്പിയർ ആണ്. അതായത് ഷേക്സ്പിയർ ആണ് ആ ഒരു സോണറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കേട്ടോ. അത് പിന്നെ യൂറോപ്പിലേക്ക് ഈ ഒരു സോണറ്റ് കൊണ്ടുവന്നത് ഷേക്സ്പിയർ ഒന്നല്ല, അത് വേറെ 2 ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസമുണ്ട്. ഈ പെട്രാർക്കിയൻ സോണറ്റിൻ്റെ ഒരു ലൈനിങ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഒക്ടോവ കൺസിസ്റ്റ് സെസ്റ്ററ്റ് എന്നാണ് പറയുന്നത്. ഒക്ടോവ എന്ന് പറയുന്നത് 8 ലൈൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 ലൈൻസ് വരും. അപ്പോൾ പിന്നെ സെസ്റ്ററ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ 14 ആയി. എന്നാൽ ഷേക്സ്പിയറിയൻ സോണറ്റ് ആകുമ്പോൾ അത് 3 ക്വാർട്ടേറിയൻ പിന്നെ ഒരു കപ്ലറ്റും, അപ്പോഴും അതെന്തായി പിന്നെ 14 ലൈനായി. അപ്പോൾ ഇവിടെ ഒരു സോണറ്റ് 19 വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് എന്ന് പറയുന്ന മിൽട്ടൻ്റെ ഇത് പഠിക്കാനുണ്ട് നമ്മൾ സോണറ്റ്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഷേക്സ്പിയറിയൻ പിന്നെ ലെവലുള്ള ആ ഒരു സോണറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഒരു 3 ക്വാർട്ടേറിയൻ ഫോളോവേഡ് ബൈ എ കപ്ലറ്റ് എന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വെൻ ഐ കൺസിഡർ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന രീതിയിൽ തന്നെയാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ച നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് 40 വയസ്സ് അദ്ദേഹത്തിന് ഗ്ലൂക്കോമ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ച നഷ്ടപ്പെടുന്ന സ്റ്റേജിലെത്തിയപ്പോൾ അദ്ദേഹം പിന്നെ ആലോചിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ ഞാൻ വളരെ നല്ല രീതിയിൽ മനുഷ്യത്വം സെർവ് ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ലോകത്ത് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറയുന്ന ഒരു വിഷമമാണ് അദ്ദേഹത്തിന് ആദ്യത്തെ 4 ലൈനുകളിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തതിൽ വരുന്നതിൽ അദ്ദേഹം പിന്നെ ആ ഒരു ലാമെൻറ്റിങ്, അദ്ദേഹം ആ ഒരു നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു പിന്നെ കാഴ്ചയെക്കുറിച്ചുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ പരാതി പരിഭവം ഒക്കെ നിർത്തി വെച്ചിട്ട് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പിന്നെ ആ ഒരു ബ്ലൈൻഡ്നെസ് വരും എന്നുള്ള റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയാണ്, ദൈവത്തിന് ഇനിയും സേവിക്കാൻ എനിക്ക് കഴിയുമോ, ദൈവം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ദൈവം അദ്ദേഹത്തെ സേവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്. പിന്നെ ലാസ്റ്റത്തെ ലൈനുകളിൽ അദ്ദേഹത്തിന് ഒരു റിയലൈസേഷൻ വരികയാണ്. അതായത് ദൈവത്തിനൊരിക്കലും എന്താണ് ദ തേർഡ് വേഴ്സ് മിൽട്ടൺ റിയലൈസസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഹിസ്, ദൈവത്തിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി അല്ല. ആക്ച്വലി എ പേഴ്സൺ ഹൂ ഈസ് contentment and patient what the God has been given to him, that what pleases God. അതായത് ഒരു മനുഷ്യന് ദൈവം എന്ത് കൊടുത്താലും, എന്ത് സ്ട്രഗിൾസ് കൊടുത്താലും, എന്ത് അവസ്ഥ കൊടുത്താലും അതിലവൻ സംതൃപ്തനായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എങ്കിൽ ആ ഒരു അവസ്ഥയാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ലാസ്റ്റ് അദ്ദേഹം വരികയാണ്. ഇതാണ് ഈ ഒരു പോയം പറയുന്നത്. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ്, സോണറ്റ് 19 ഒരു പിന്നെ എക്സ്പ്ലനേഷൻ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ആ സോണറ്റിനെ കുറിച്ച് വേറെ ഒന്നുകൂടി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്ട്രീം പേഴ്സണൽ സോണറ്റുകൾ പെടുന്നൊരു സോണറ്റാണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ സോണറ്റാണ്. കാരണം അദ്ദേഹം സ്വന്തം ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ച നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ ആ ഒരു ദുഃഖത്തു നിന്നും ആ ഒരു പരിഭവം, പരാതി, പിന്നീടുള്ള ചിന്തകൾ, അതിൽ നിന്നാണ് ഈ ഒരു പോയം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ മിൽട്ടൻ്റെ മറ്റു 2 പാസ്റ്ററൽ പോയംസായ എൽ അലഗറോ അതേപോലെ പെൻസൊറോസോ, ഈ രണ്ടിനെയും ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. 1945 ഇത് എഴുതിയിട്ടുള്ളത്. അതായത് ആന്തോളജി ടൈറ്റിൽഡ് പോയംസ് എന്ന രീതിയിൽ അതിൻ്റെ കീഴിൽ വരുന്ന 2 ട്വിൻ പോയംസ് ആണ് ഈ സെക്കൻഡ് പെൻസൊറോസോയും എൽ അലഗറോയും. അത് എഴുതുന്ന രീതിയൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, അത് ടെക്സ്റ്റിൽ നോക്കണം. അതേപോലെ അതിൻ്റെ 2 രീതിയിലുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നറേറ്റീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് പിന്നെ പെൻസൊറോസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടംപ്ലേറ്റീവ് മാൻ, ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു സോളിറ്ററി മാനിൽ നിന്ന്, സോളിറ്ററി ലൈഫിൽ നിന്നും ഒരാൾക്ക് ലഭിക്കുന്ന ജോയും ഹാപ്പിനെസ്സും എങ്ങനെയാണ് എന്നുള്ളതാണ് പിന്നെ മെലാങ്കലിക് ടോണിൽ എഴുതിയ പെൻസൊറോസോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ എൽ അലഗറോ എന്ന് പറയുന്നത്, പെൻസൊറോസോ 174 ലൈനും എൽ അലഗറോ 152 ലൈനും ഉണ്ട്. അപ്പോൾ എൽ അലഗറോൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ജസ്റ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള തീമാണ്. അത് ചീർഫുൾ മാൻ എന്നാണ് പറയുന്നത്. മറ്റേത് കണ്ടംപ്ലേറ്റീവ് മാൻ ആണ്, ഇത് ചീർഫുൾ മാൻ എന്നാണ് പറയുന്നത്. അമ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ലാഫ്റ്റർ എന്നൊക്കെ ഇതിൽ മീനിങ് വരുന്നുണ്ട്. ഈ പോയം പറയുന്നത് ഒരു ഐഡിയൽ ഡേ എങ്ങനെയാണ്, ഒരു മനുഷ്യൻ്റെ, ഒരു സാധാരണ വില്ലേജിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഐഡിയൽ ഡേ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നു, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പിന്നീട് റൂറൽ പീപ്പിള് പിന്നെ അവർ ബെഡിലേക്ക് പോകുന്ന സമയത്ത് ആ മനുഷ്യൻ വീണ്ടും സിറ്റിയിലോട്ട് പോവുകയാണ്. സിറ്റിയിൽ ആ സമയത്തൊന്നും അവിടെ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങുന്നില്ലല്ലോ, അവരെല്ലാവരും അവരുടേതായ സന്തോഷങ്ങളിൽ, പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ആ ഒരു അർബൻ ലൈഫിൻ്റെ ഒരു സന്തോഷവും അദ്ദേഹം നേടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ 2 മീനിങ്, 2 പിന്നെ കോൺട്രാസ്റ്റ് മീനിങ്ങിലുള്ള പിന്നെ ഈ 2 പാസ്റ്ററൽ പോയംസ് ആണ് എൽ അലഗറോയും പെൻസൊറോസോയും പറയുന്നത് കേട്ടോ. പിന്നെ ഇനി 2 ടൈപ്പ് പോയറ്റ്സിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, അതും ഞാൻ പറയാം ഈ ഒരു പിന്നെ സെക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ്. അതായത് മെറ്റാഫിസിക്കൽ പോയട്രി, കവാലിയൻ പോയട്രി, ഇത് 2 17th സെഞ്ച്വറിയിലെ പോയറ്റ്സ് തന്നെയാണ്. ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത് അവർ പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം ജോൺ ഡെന്നിൻ്റെ പോയംസ് ഉണ്ടായിരുന്നു, ഡെത്തിനെ കുറിച്ചും. അതേപോലെ എനിക്കതിൻ്റെ കണ്ടന്റ് മാത്രമേ ഓർമ്മയുള്ളൂ. അതായത് ഒരു സൂര്യൻ വന്നിട്ട്
വളരെ റൊമാൻറ്റിക് ആയിട്ട് കിടക്കുന്ന രണ്ട് മനുഷ്യരുടെ ലവേഴ്സിൻ്റെ ഇടയിൽ വന്നങ്ങാണ്ട് പിന്നെ അങ്ങനെ ഒരു റൊമാൻറ്റിക് പോയം രീതിയിലൊരു പോയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡേണിസവും റൊമാൻറ്റിസിസവും ഒക്കെ തീമാക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പിന്നെ ഐഡിയാസ് കൊണ്ടുവരുന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള സയൻറ്റിഫിക്കും ആയിട്ടുള്ള കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരുന്ന ഒരു പോയംസാണ് മെറ്റാഫിസിക്കൽ പോയംസ് എന്ന് പറയുന്നത്. അതിൽ മനോഹരമായ വേർഡ്സ്, അതായത് പണ്ണ്, അതേപോലെ ഡബിൾ മീനിങ് ഉള്ള ഒരുപാട് വേർഡ്സുകൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ ഈ മെറ്റാഫിസിക്കൽ പോയട്രി പിന്നെ ലിറ്ററേച്ചറിൽ മാത്രമല്ല, അത് വേറെ എന്തിലൊക്കെയാണ്, ആസ്ട്രോണമി, മെഡിസിന്, ഫിലോസഫി, ഇതിലൊക്കെ ഈ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു ഇൻറ്റിമസി, അതേപോലെ പേഴ്സണൽ അഡ്രസ്സ് പോയംസ് ഒക്കെ ഇതിൽ വരുന്നു. നമ്മൾ എക്സാമ്പിളായിട്ട് 2 പേരെ പഠിച്ചു വെച്ചാൽ മതി. ജോൺ ഡെൻ ആൻഡ് ജോർജ് ഹെർബർട്ടും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ്. പിന്നെ അതിനൊരു ക്രിറ്റിസിസമായിട്ട് വരുന്നത് അതിൻ്റെ കോംപ്ലക്സിറ്റിയും അതിൻ്റെ ഇൻ്റലക്ച്വലിസവും അതൊരു യുണീക്ക് സ്റ്റൈലും അതേപോലെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പിന്നെ ഐഡിയാസിനെ ഒക്കെ സിഗ്നിഫൈ ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ ഒരു ക്രിറ്റിസിസം വേർഷനും കൂടി മെറ്റാഫിസിക്കൽ പോയട്രിക്ക് വരുന്നുണ്ട്. പിന്നെ കവാലിയൻ പോയറ്റ്സി, അതും ഒരു 17th സെഞ്ച്വറിയിലുള്ള പോയറ്റ്സ് തന്നെയാണ് കവാലിയൻ പോയറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ അവർ ജെയിംസ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ചാൾസ് ഫസ്റ്റിൻ്റെ കാലഘട്ടമുണ്ട്. ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടം അവസാനിക്കുന്ന 1625-ലാണ്. 1625 മുതൽ 1649 വരെ ചാൾസ് ഫസ്റ്റാണ് പിന്നീട് UK ഭരിക്കുന്നത്, ബ്രിട്ടൻ ഭരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ കുറച്ച് പോയറ്റുകൾ ഉണ്ടായിരുന്നു. അവർ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ സമയത്ത് സിവിൽ വാർ നടക്കുന്ന സമയമാണ് ബ്രിട്ടനിൽ. അതുകൊണ്ട് തന്നെ കൊട്ടാര പോയറ്റുകളായിട്ടാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അവർ ജോയ്, ഹാപ്പിനെസ്, സെലിബ്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം അവർ കൊട്ടാരത്തിലെ പിന്നെ രാജാവിനെ ഒരു സ്തുതിഗീതങ്ങൾ പാടുന്ന അങ്ങനത്തെ വെറും തീംസാണ് അവരെടുത്തിരുന്നത്. അല്ലാതെ ഭയങ്കര ഇപ്പോൾ മെറ്റാഫിസിക്കൽ പോയട്രി കൈകാര്യം ചെയ്യുന്ന പോലെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒന്നും അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടംപ്ലേറ്റീവ് തോട്ട്സ് ഒന്നും അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ പൊളിറ്റിക്സോ റിലീജിയണോ ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള സബ്ജക്ട്സ് മാത്രമാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. കവാലിയർ പോയറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ബ്ലോക്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഒരു ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് പഠിക്കുക തന്നെ വേണം. പിന്നെ 4th ബ്ലോക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം.